ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമാൻറ്റിക് അനാലിസിസാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് ഡിസ്കസ് ചെയ്തു. ലെക്സിക്കൽ അനാലിസിസ്, ദെൻ സിൻടാക്സ് അനാലിസിസ്. സിൻടാക്സ് അനാലിസിസിൽ നമ്മൾ പാസ് ട്രീ, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാസ് ട്രീ ഏതൊക്കെയാണ്, ഇതെല്ലാം സിൻടാക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ നെക്സ്റ്റ് ഫേസസ് ഓഫ് കമ്പൈലറാണ് സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെമാൻറ്റിക് അനാലിസിസ് പറയുമ്പോൾ നമുക്ക് അറിയാം, പാസ് ട്രീ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ജനറേറ്റ് ചെയ്തു. അപ്പോൾ അതിന് തൊട്ട് മുമ്പിൽ തന്നെ കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ഈ സാധനങ്ങളെല്ലാം ജനറേറ്റ് ചെയ്ത് കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ലെക്സിക്കൽ അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈനൈറ്റ് ഓട്ടോമേറ്റൻ്റെ കാര്യങ്ങളായിരുന്നു. സെക്കൻഡ് ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ട്. സോ വി ഹാവ് ലേൺ ഹൗ ടു parser construct a pass tree in a syntax analysis phases. Already നമ്മൾ ഡിസ്കസ് ചെയ്താണ്. The plain pass tree construct in that phases generally no use of the compiler. അതായത് ഒരു പാസ് ട്രീ കിട്ടുകൊണ്ട് മാത്രം നമുക്ക് എന്ത് പറ്റില്ല, നമുക്കതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു മീനിങ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്. ഇപ്പോൾ സിയിലോ CPP-ലോ നമ്മൾ INT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്, ഒരു എന്താ പറയുക, കളക്ഷൻ ഓഫ് സിമ്പിൾസ് ആണത്, അല്ലേ? ബട്ട് അത് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സീൻ്റെ കമ്പൈലർ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതൊരു മീനിങ് ഫുള്ളാണ്, അല്ലേ? അപ്പോൾ ആ മീനിങ് ഫുള്ളായിട്ടുള്ള സാധനങ്ങളെ എങ്ങനെയാണോ അത് സിസ്റ്റം എടുക്കുന്നത് എന്ന ഫേസസ് ആണ് ശരിക്കും സെമാൻറ്റിക് അനാലിസിസിൽ വരുന്നത്. The production of context free grammar which make the rules of the language does not accommodate how to interpret them. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പാർസൽ സെക്കൻഡ് ഫേസസ് ഓഫ് കമ്പൈലറിൽ യൂസ് ചെയ്യുന്ന കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ ടെൻസ് ടു പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, എക്സ്പ്രഷനാണ്, എക്സ്പ്രഷൻ പ്ലസ് ടെൻസ് ആണ്. അപ്പോൾ ഒരു ഡെഫിനിഷൻ ആയിട്ടുണ്ട്. The above context free production has no semantic rule associated with it and it cannot help making any sense of the production. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനൊരു മീനിങ് ഫുൾ അല്ല. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു കമ്പൈലർ അറിയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് ഫേസസ് ഓഫ് കമ്പൈലർ പഠിച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ പഠിച്ച ഒരാൾക്ക് എന്ത് മനസ്സിലാകും, എന്താണ്, T എന്താണ്, F എന്താണെന്നൊക്കെ അറിയുന്ന ആൾക്ക് മാത്രമാണ് ആ ഒരു എന്താണ് ഇതുകൊണ്ട് പ്ലസ് അല്ലെങ്കിൽ ഇൻറ്റു എന്നൊക്കെ മീൻ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നിട്ട് അതിനൊരു മീനിങ് കൊടുക്കുക. ആ മീനിങ് കൊടുക്കുന്നതാണ് സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ സെമാൻറ്റിക് ഓഫ് ലാംഗ്വേജ് പ്രൊവൈഡ് മീനിങ് ടു ഇറ്റ് കൺസ്ട്രക്ട് ലൈക്ക് token and syntax structure. So semantic help to interpret symbol, their type and their relation with each other. So semantic analysis whether the syntax structure construct in a source program derive any meaning or not. ഇപ്പോൾ ഒരു പാസ്റ്റ് ട്രീ, അത് ഓൾറെഡി നമ്മൾ സാധനമാണ് കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമറും അതുപോലെ സെമാൻറ്റിക് റൂൾസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത് അതിനൊരു മീനിങ് ഉണ്ട്, അല്ലെങ്കിൽ വൈൽ എന്ന് പറഞ്ഞൊരു മീനിങ് ഉണ്ട്. ഇതെല്ലാം എന്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, സിമ്പിൾ ടേബിളിൽ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോൺടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ പ്ലസ് സെമാൻറ്റിക് റൂൾസ് ആണ് എന്ത് പറയുന്നത്, സിൻടാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തൊരു പോയിൻ്റാണ് ഷുഡ് നോട്ട് ഇഷ്യൂ ആൻഡ് എറർ ഇൻ ലെക്സിക്കൽ ആൻഡ് സിൻടാക്സ് അനാലിസിസ്. ഒരിക്കലും ലെക്സിക്കൽ ഫേസിലും ലെക്സിക്കൽ അനാലിസിസിലും അതുപോലെ തന്നെ സിൻടാക്സ് അനാലിസിസ് ഫേസിലും എന്ത് ഉണ്ടാവില്ല, നമുക്ക് എററുകൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ശരിയാണല്ലോ? കാരണം അതിൽ എന്താണ്, ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് ഇപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ടെൻസ് ട്രീ അങ്ങനത്തെ ഒക്കെ ടൈംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് എറർ ഒരു യൂസർക്ക്, അതായത് ഒരു കമ്പൈലർ അല്ലെങ്കിൽ TOC അറിയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ആ ഒരു എററിനെ ഡിറ്റക്ട്, പക്ഷേ സിസ്റ്റത്തിനായി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ
R is the lexically structurally correct, but it should not generate a semantic error as a type of assignment defect. These rules are set off by the grammar of language and evaluate semantic analysis. അതായത് ഈ ഒരു ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഫേസിനെയാണ് പറയുന്നത് എന്ത് പറയുന്നത് സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഇൻഡ് കൊടുത്താൽ അത് ഇൻഡാണ്, അല്ലെങ്കിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്കൊരു എന്താ പറയുക ഒരു സ്ക്രീനിലേക്ക് ഒരു സാധനം പ്രിൻ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുന്ന സാധനം റീഡ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെ സിസ്റ്റത്തിൻ്റെ കുറേ ഡിഫൈൻഡ് ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവുക എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു ഫേസസ് ഓഫ് കമ്പൈലർ ദാറ്റ് ഈസ് സെമാൻറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഫോളോയിങ് ടാസ്ക്സ് ഷുഡ് ബി പെർഫോം ദ സെമാൻറ്റിക് അനാലിസിസ് ദാറ്റ് ആർ സ്കോപ്പ് റെസൊല്യൂഷൻ, അതുപോലെ തന്നെ ടൈപ്പ് ചെക്കിങ് ആൻഡ് അറേ ബൗണ്ടഡ് ചെക്കിങ്. ഇപ്പോൾ ടൈപ്പ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPP സിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, CPP യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ദെൻ അറേ ബൗണ്ടഡ് ചെക്കിങ്. ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സെമാൻറ്റിക് അനാലിസിസിന് വരുന്ന ഓരോ ഫേസസുകളാണ് പറയുന്നത്. ഇനി നമ്മളൊരു പ്രോഗ്രാമിനകത്ത് ഒരു CPP ചെയ്യുന്ന സമയത്ത് സെമാൻറ്റിക്കലി എനേബിൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സെമാൻറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന എററുകളാണ് ഏതാണ് ടൈപ്പ് മിസ്മാച്ചിങ്, അൺഡിക്ലെയർഡ് വാല്യൂ. ഇപ്പോൾ ഒരു നമ്മൾ എന്ന് പറഞ്ഞ സാധനം പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുന്ന ഫേസസ് അതെല്ലാം നിങ്ങൾ CPP കമ്പൈലർ നോക്കുന്ന സമയത്ത് ഒരു ചെയ്യുന്ന സമയത്ത് ഒരു എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഡിഫൈൻ ചെയ്യാണ്ട് പ്രിൻ്റ് ചെയ്യാന്ന് പറഞ്ഞു കൊടുത്താൽ അത് സെമാൻറ്റിക് എററായിട്ടായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക. ഇനി CPP ചെയ്യുന്ന സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ അതുപോലെ റിസർവ്ഡ് ഐഡൻറ്റിഫയർ മിസ്യൂസ്, ദെൻ മൾട്ടിപ്പിൾ ഡിക്ലറേഷൻ ഓഫ് വാല്യൂ ഇൻ ദ സ്കോപ്പ്, ആക്സസിങ് ആൻഡ് ഔട്ട് ഓഫ് ദ സ്കോപ്പ് വേരിയബിൾ, ദെൻ ആക്ച്വൽ ആൻഡ് ദ ഫോർമൽ പാരാമീറ്റർ മിസ്മാച്ച്. ദീസ് ആർ ദ സെമാൻറ്റിക് എറർ ഒക്കെയാണ് കമ്പൈലർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഇത്രയും സാധനങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക ജനറലി ഒക്കർ ചെയ്യുന്ന എററുകളാണ് സെമാൻറ്റിക്കായിട്ട് ജനറലി ഒക്കർ ചെയ്യുന്ന എററുകളാണ്. ദെൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് മെത്തേഡ് വെച്ചിട്ടാണ് ഇതിനെ ആക്സസ് ചെയ്യുന്നത്? അപ്പോൾ അത് നമ്മൾ പറയുന്നത് ആട്രിബ്യൂട്ട് ഓഫ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. So attribute of grammar is a specific form of quantitative grammar where some additional information that is called attribute are append to one or more of its non-terminal in order to provide a context sensitive information. Each attribute have well defined domain value such as integer and float, character and string expression. അപ്പോൾ നമുക്കൊരു എറർ അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ആ ആട്രിബ്യൂട്ട് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക അതിൻ്റെ ഒരു മീനിങ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. ആട്രിബ്യൂട്ട് ഗ്രാമർ ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് കോണ്ടസ്റ്റിക് ഗ്രാമർ വെർ സം അഡീഷണൽ ഇൻഫർമേഷൻ ആട്രിബ്യൂട്ട് അപ്പൻ ടു വൺ ഓർ മോർ ഇറ്റ്സ് നോൺ ടെർമിനൽ ഇൻ ഓർഡർ ടു പ്രൊവൈഡ് കോണ്ടസ്റ്റ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ഈച്ച് ആട്രിബ്യൂട്ട് ഹാസ് വെൽ ഡിഫൈൻഡ് ഡൊമൈൻ വാല്യൂ സച്ച് ആസ് ഇൻറ്റീജർ, ഫ്ലോട്ട്, ക്യാരക്ടർ ആൻഡ് സ്ട്രിംഗ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ദ ആട്രിബ്യൂട്ട് ഗ്രാമർ ഈസ് മീഡിയം ടു പ്രൊവൈഡ് സെമാൻറ്റിക് ടു കോണ്ടസ്റ്റിക് ഗ്രാമർ ആൻഡ് ക്യാൻ ഹെൽപ്പ് സ്പെസിഫൈ സിൻടാക്സ് സെമാൻറ്റിക് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആട്രിബ്യൂട്ട് ഗ്രാമർ വെൻ വേർഡ് പാസ് ട്രീ ക്യാൻ പാസ് വാല്യൂ ഓഫ് ഇൻഫർമേഷൻ among the node of tree. So these are the example e tends to e plus t. ഈ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് വാല്യൂ ഈക്വൽ ടു ഇ ഡോട്ട് വാല്യൂ പ്ലസ് ടി ഡോട്ട് വാല്യൂ. ഓക്കെ, അപ്പോൾ ഒരു ആട്രിബ്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സിൻടാക്സ് അനാലിസിസിൽ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും, ഇ ടെൻസ് ടു ഇ പ്ലസ് ടി എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലായിരിക്കും. ദെൻ സെമാൻറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇ പ്ലസ് ടി, അതായത് ഒരു ആട്രിബ്യൂട്ട് വാല്യൂം കൂടി അപ്പൻഡ് ചെയ്തിട്ടായിരിക്കും അതിനെ പാസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, then semantic attribute may be assigned to their value from domain
at the time of parsing and evaluated the time of assignment condition. Based on if the attribute get a value, they can broadly divide into two categories, that are synthesized attribute and inherited attribute. അപ്പോൾ ഈ വാല്യൂ പാസ് ചെയ്യുന്നത് മെയിൻലി രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടായിട്ടും അടുത്തത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടായിട്ടും എന്ത് ചെയ്തിരുന്നു, ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് എടുക്കുന്ന ആക്സസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ഫസ്റ്റ് ടൈപ്സ് ഓഫ് ദ ആട്രിബ്യൂട്ട് ഈസ് ദ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. സോ ദീസ് ആട്രിബ്യൂട്ട് ഗെറ്റ് വാല്യൂ ഫ്രം ദ ആട്രിബ്യൂട്ട് വാല്യൂ ഓഫ് ദർ ചൈൽഡ് നോഡ്. ഓക്കെ, അതായത് ദീസ് ആർ ദ എക്സാമ്പിൾ ടു ഇല്ലുസ്ട്രേറ്റ് ദ അസ്യൂം ദ ഫോളോയിങ് പ്രൊഡക്ഷൻ. S tends to ABC എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷനിൽ if S is taking value from child node ABC, okay, then it is said to be a synthesized attribute, as the value ABC are synthesized to S. അതായത് എസിനെ ഈ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ S tends to ABC ആണ്. എസ് എന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുക്കുന്നത്, ABC എന്ന് പറഞ്ഞൊരു വാല്യൂ എന്നായിരിക്കും. ചൈൽഡ് നോഡ് എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ടേക്കിംഗ് വാല്യൂ ഫ്രം ദ ചൈൽഡ് നോഡ് എന്നായിരിക്കും എന്തുണ്ടാവുക, എസ് എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? ആസ് ഇൻ അവർ പ്രീവിയസ് എക്സാമ്പിൾ E tends to E plus T, the parent node E get its value from the child node. So synthesized attribute never take value from their parent node or any sibling. അതായത് ഒരു സിബ്ലിംഗ് നോഡെന്നോ പാരന്റ് നോഡെന്നോ എന്നെടുക്കുന്നുണ്ടാവില്ല. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് വാല്യൂ എടുക്കുന്നുണ്ടാവില്ല. ഓൺലി വാല്യൂ ഫ്രം ഇറ്റ് ചൈൽഡ് നോഡ്, ദാറ്റ് ഇസ് കോൾഡ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ദ ആട്രിബ്യൂട്ട് ആണ് എന്ന് പറയുന്നത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഇൻ കോൺട്രാസ്റ്റ് to synthesized attribute, inherited attribute can take value from parent or sibling as following production. സെയിം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ S tends to ABC എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെയിം പ്രൊഡക്ഷൻ എടുക്കുകയാണ്ട് A can get value from S, B and C. Then B can take value from S and A and C. Likewise C can take value from എസ് എ. അതായത് എസ് എന്ന് പറഞ്ഞൊരു വാല്യൂ എടുക്കുക, എ ബി സി എന്ന് എടുക്കാം. അതുപോലെ തന്നെ എ ക്യാൻ ഗെറ്റ് വാല്യൂ ഫ്രം എസ് ബി സി എന്ന് എടുക്കാം. അതുപോലെ തന്നെ സി ക്യാൻ വാല്യൂ ഫ്രം എസ് എ ബി എന്ന് പറഞ്ഞെടുക്കാം. ഈ ഇതിൽ വരുന്ന രണ്ട് മെത്തേഡുകളാണ്, ഒന്ന് എക്സ്പാൻഷനും ദെൻ അടുത്തത് റിഡക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം. ഓക്കെ, എക്സ്പാൻഷൻ when a non-terminal expands to the terminal as per the grammatical rule. സോ ഈ ഒരു മെത്തേഡ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാവും. സെയിം എക്സാമ്പിൾ നമ്മൾ പറയുക ഇ ടെൻസ് ടു ഇ ഇൻറ്റു ഇ, ഇതിൽ തന്നെ ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ എന്ന് പറഞ്ഞ ഇ ടെൻസ് ടു ഐ ഡി എന്ന് പറഞ്ഞ സെയിം പ്രൊഡക്ഷനിൽ നമ്മൾ പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഇ എന്ന് പറഞ്ഞ സാധനത്തിന് എക്സ്പാൻഡ് ചെയ്ത് ഇ പ്ലസ് ഇയും ഇനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഐ ഡി എന്ന് പറഞ്ഞൊരു പുതിയൊരു ഇതിലേക്ക് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. അടുത്തൊരു മെത്തേഡാണ് പറഞ്ഞത് റിഡക്ഷൻ എന്ന് പറഞ്ഞത്. വെൻ എ ടെർമിനൽ ഈസ് റെഡ്യൂസ്ഡ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് നോൺ ടെർമിനൽ അക്കോർഡിംഗ് ടു ദ ഗ്രാമർ റൂൾ, സിൻടാക്സ് ട്രീ ആർ പാസ്ഡ് ടോപ്പ് ഡൗൺ ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, വെൻ എവർ ദ റിഡക്ഷൻ ഒക്കർ വി അപ്ലൈ ദ കറസ്പോണ്ടിങ് സെമാൻറ്റിക് റൂൾ. അപ്പോൾ സെമാൻറ്റിക് റൂൾസിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ എക്സ്പാൻഷൻ ആവാം അല്ലെങ്കിൽ റിഡക്ഷൻ ഉണ്ടാവും. സോ ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് ദ ആട്രിബ്യൂട്ട്, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആൻഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എസ് ടേക്ക് എ വാല്യൂ ഫ്രം ദ ചൈൽഡ് നോഡ്, അതായത് എസ് വാല്യൂ എടുക്കുന്ന എന്തെന്നായിരിക്കും, ചൈൽഡ് നോഡിന് മാത്രമായിരിക്കും. സോ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്തെന്ന് എടുക്കാം, സിബ്ലിങ്ങിനും അതുപോലെ തന്നെ പാരൻറ്റിനും എന്ത് എടുക്കാൻ പറ്റും, വാല്യൂവിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. So these are some main points. So semantic analysis use syntax directed translation, very important ആണ്, SDT, to perform the above task. ഈ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം, അതായത് റിഡക്ഷനും എക്സ്പാൻഷനും അതുപോലെ ആട്രിബ്യൂട്ടും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് സെമാൻറ്റിക് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്.
നെക്സ്റ്റ് പോയിൻ്റാണ് സെമാൻറ്റിക് അനലൈസർ റിസീവ് AST, അതായത് അബ്സ്ട്രാക്ട് സിൻടാക്സ് ട്രീ ഫ്രം ദ പ്രീവിയസ് സ്റ്റേജ്. അതായത് സിൻടാക്സ് അനാലിസിസിൽ കിട്ടുന്ന ആ ഒരു ട്രീ ആണ് പറയുന്നത്. സെമാൻറ്റിക് അനലൈസർ റിസീവ് AST, അബ്സ്ട്രാക്ട് സിൻടാക്സ് ട്രീനെ പറയുന്നതാണ് എന്ത് പറയുന്നത്, സിൻടാക്സ് അനാലിസിസിൽ കിട്ടുന്ന ആ ഒരു ട്രീനെ പറയുന്നതാണ് സെമാൻറ്റിക് അനലൈസർ റിസീവ്ഡ് AST എന്ന് പറയുന്നത്. അതായത് സെമാൻറ്റിക് അനലൈസർ സിൻടാക്സ് ട്രീ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ആണ് സെമാൻറ്റിക് അനലൈസർ അറ്റാച്ച് വിത്ത് attribute information with AST with is called attribute AST. സോ ഇതാണ് 3 പോയിന്റ്. ഒന്ന് ആട്രിബ്യൂട്ട് AST, ദെൻ സെമാൻറ്റിക് അനലൈസർ റിസീവ് AST, ദെൻ അതുപോലെ തന്നെ സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ. ഈ പ്രോസസ്സുകളെല്ലാം ചെയ്യുന്നത് നമ്മൾ സിൻടാക്സ് ഡയറക്ടർ ട്രാൻസ്ലേഷൻ വെച്ചാണ്. മെയിനായി നോക്കേണ്ട പോയിന്റുകളാണ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന്, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എന്താണ്, ആട്രിബ്യൂട്ട് എന്താണ്, ഇത്രയും സാധനങ്ങൾ. ഓക്കെ.